കാസർഗോഡ് ചെറുവത്തൂർ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 സമീപം വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതിൽ ആശങ്കയിലാണ് നാട്. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഡ്രോൺ പരിശോധന നടത്തിയതിൽ പ്രദേശത്ത് അപകട സാധ്യത കണ്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നിർമ്മാണ കമ്പനിയായ മേഘ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെയാണ് വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും പൊട്ടാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ കല്ലെല്ലാം മുകളിൽ ഇതുമാതിരി അടന്ന് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. നല്ല മഴയുണ്ടാവും. മേലെ നിന്ന് വെള്ളം വരുന്ന മണ്ണ് അടിയിൽ ഇറങ്ങുമ്പോൾ മണ്ണ് തള്ളുന്നതാണ്. ഇവർ മണ്ണ് എടുത്തതിൻ്റെ പിഴവാന്ന്. കോൺക്രീറ്റ് കെട്ടിയുടെ കാര്യം തട്ട് ലെവലാക്കണം കുറച്ച് വീതിയിൽ. കഴിഞ്ഞ മാസവും വീരമലക്കുന്ന് ഇടിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ മലയിൽ വിള്ളലുകൾ കണ്ടെത്തി. റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി വീരമലക്കുന്നിടിച്ചതാണ് അപകടത്തിന് കാരണം. ഇതിൽ നമുക്ക് ഡ്രോൺ സർവേ കഴിഞ്ഞ് അവർക്ക് NHAക്ക് റിപ്പോർട്ട് കൊടുത്തതാണ്. പിന്നെ അല്ലാതെ NHന്റെ ടെക്നിക്കൽ ടീം ഇതൊന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത്. അപ്പോൾ അതിനെടുക്കുന്ന മുമ്പ് തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി റിപ്പോർട്ട് കൊടുക്കാം, പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ പറയാം. വീരമലക്കുന്നിൽ ഒരു മാസത്തിനിടെ 2 തവണ മണ്ണിടിച്ചിലുണ്ടായതോടെ ഭീതിയിലാണ് നാട്ടുകാർ. കോൺക്രീറ്റ് ഭിത്തി ഒരുക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ 1 കാസർഗോഡ്.